മാർഗംകളി എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയത് ഞാനാണല്ലോ, അതിന്റെ സംഭാഷണം. അപ്പൊ ധർമ്മേട്ടൻ ഇന്നേ വരെ വരാത്തത് വേണം എന്നായിരുന്നു എന്റെ പ്ലാനില്. അതുകൊണ്ടാണ് അതില് പറഞ്ഞോട്ടെ ഭയങ്കര എടുത്ത് വേറെ അതില് ഭയങ്കര ബേസിൽ സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങള്. മാർഗംകളി എന്ന് പറഞ്ഞ സിനിമയില് അപ്പൊ ഇവൻ എന്നെ വെളുപ്പിന് 4 മണിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ ഞാൻ വെളുപ്പിന് വരും കേട്ടോ എന്ന് പറഞ്ഞു. വെളുപ്പിന് വന്നു, ഞങ്ങൾ രണ്ടും കൂടി പോകുന്നു ഡബിങ്ങിന്. അത് വെളുപ്പിനാണല്ലോ ഇത്ര ബേസ് എന്താണ് ഡയലോഗ് അതിൽ കുറെ ഉണ്ടല്ലോ. ബിലാലായിട്ട് അതിന്റെ ഒരു ബിലാൽ എന്ന് പറഞ്ഞിട്ട് സാധനം ഡബ് ചെയ്യുക, അതിനെ തലിക്കോ വളഞ്ഞിട്ട് തരണം. അത് തന്നെ അതിൽ ആ മാളിൽ വെച്ചിട്ടുള്ള സീന്, ശബ്ദം പുറത്തു വരരുത്, ചോര വീഴ്ത്ത, ചോര നിങ്ങളുടെ ഉത്തരവാദിത്വം, ചോര കാണാതെ ചെല്ലണ്ടത്, അങ്ങനത്തെ സാധനം. ഇവൻ വെളുപ്പിനെ കൊണ്ട് എന്നെ ഡബ് ചെയ്യിപ്പിച്ച എനിക്കൊരു ഓർമ്മയില്ല. പക്ഷെ എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമുള്ള അല്ല, അതിലും അത് എക്സ്ട്രീം ചിരി തിയേറ്ററിലുണ്ടായിരുന്നു. അതിലൊരു വലിയ സാധനമുണ്ട്. അതിന്റെ ഇടയിൽ ഈ പുള്ളിയുടെ സൗണ്ട് ഒന്ന് ഇടക്കൊന്ന് മാറും. അപ്പൊ അനീഫിക്ക, നമ്മുടെ അനീഫിക്ക, നിന്റെ സൗണ്ട് എവിടെ പിള്ളേ, എവിടെയാണ്? അപ്പൊ ഈ പുള്ളി ഡബിങ്ങിൽ കയറ്റിയതാ. ഇയാളെന്താണ് മറ്റേ എന്താണ് സൗണ്ടിന് ഇത്ര പ്രാധാന്യം കുടിക്കുന്നത്, സൂപ്പ് കിട്ടിയ അതൊരു അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കഴിയുന്ന സാധനങ്ങളാണ്, ധർമ്മേട്ടന് വേണ്ടി മാത്രം എഴുതിയ സാധനങ്ങളാണ്. പോയി അനീഫിക്ക. അപ്പൊ ഞാൻ സൗണ്ടിന് ഇത്ര പ്രാധാന്യം അല്ലേ? ചേട്ടാ, ഞാൻ ചോദിച്ചാലും മറുപടി പറഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്നു സഹോദരങ്ങളായിട്ട് അഭിനയിച്ചത് എന്നുള്ളത്? നന്നായിരുന്നു. അതില് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, വിഷ്ണു ഞാനും കൂടി ഒരുപാട് നമ്മളുടെ ഒരു കോംബോ എപ്പോഴും തമാശ പരിപാടികളുടെ ഒക്കെ രീതിയിലൊക്കെ പറയുമെങ്കിലും, ഞാനും വിഷ്ണുവും ആദ്യമായിട്ട് ഫുൾ ത്രൂ ഔട്ട് ഹ്യൂമർ ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് ഫിലിമാണ്. ഇപ്പൊ വെടിക്കെട്ട് പോലും ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് സീരിയസ് ആയിരുന്നല്ലോ. ഇത് ഹ്യൂമറാണ്. ഇതിലിപ്പോ സജിൻ ബ്രോ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഇവര് സിനിമയിൽ വന്ന സൗഹൃദമല്ല, സ്കൂള് കാലഘട്ടം തുടങ്ങി ഒരുമിച്ച് വർക്ക് ചെയ്തും കോളേജിലാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുമിച്ച് മിമിക്രി ചെയ്തു. ഒരാൾ ഫസ്റ്റ് മേടിക്കും, ഒരാൾ സെക്കൻഡ് മേടിക്കും, ഒരാൾ ഫസ്റ്റ് മേടിക്കും, സെക്കൻഡ് മേടിക്കും. അങ്ങനെ വളർന്ന ഒരു ജന്മമാണ്. അവന്മാര് പിൽക്കാലത്ത് മിമിക്രി വരിക, അവിടെ നിന്ന് സിനിമയിൽ വരിക. അല്ല, അതിന്റെ ഇടയ്ക്ക് മറ്റേ TV ഷോസ് ഇല്ലായിരുന്നു? അതല്ലേ പറഞ്ഞ മിമിക്രി TV. അല്ല, മിമിക്രി കഴിഞ്ഞിട്ട് TV റൈറ്റ് ചെയ്തില്ലായിരുന്നു ചേട്ടാ? ബഡായി ബംഗ്ലാവൊക്കെ അങ്ങനെ എഴുതി വന്നായിരുന്നു. ബഡായി ബംഗ്ലാവൊക്കെ എഴുതിയ ബിബിൻ. അതെ അതെ. അപ്പൊ അങ്ങനെ അവര് പടിപടിയായിട്ട് വന്നതാണ്, നമ്മളും പടിപടിയായിട്ട് വന്നതാണ്. പക്ഷെ അവര് ഒരുമിച്ച് എപ്പോഴും നിന്ന് അവരൊരുമിച്ച് ഇപ്പോഴും. എന്റെ സംശയം, ചേട്ടനും പടിപടിയായിട്ട് വന്നാണോ? അല്ല, ഞാൻ ആർക്ക് സംസാരിക്കാൻ സമയം തരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് അറിയോ? പറഞ്ഞോണ്ടിരിക്കണേ ഇവരൊന്നും പറയല്ല. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഇവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. എല്ലാരും പടിപടിയായിട്ടാ വന്നത്. ആരും ഒറ്റടിക്കങ്ങാന്ന് അല്ല, ഒറ്റടിക്ക് പൈസ ഞാൻ ചോദിക്കാം. ഇത് ധർമ്മജൻ, ഞാൻ താനിട്ട സിമി. അപ്പൊ ഞാൻ ചോദിക്കുന്ന സജിൻ ബ്രോ, അപൂർവ പുത്രന്മാരില് ബിബിൻ ചേട്ടനായിട്ട് ഒരുമിച്ച് വർക്ക് ശരിക്കും പടിപടിയായിട്ടാണ്
ഇനി അടുത്ത അല്ല വിഷ്ണുവിനോട് എന്റെ ചോദ്യം. ഇപ്പൊ ഒരുപാട് പടങ്ങൾ ഇപ്പൊ വിഷ്ണു ചെയ്തു. ഇപ്പൊ അപൂർവത്രമാരിലെ ഒരു ഹ്യൂമർ കഥാപാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്താണ് ഇപ്പൊ വെടിക്കെട്ടും ഇതിലെ ക്യാരക്ടർ തമ്മിലുള്ള വ്യത്യാസം? അല്ല വിഷ്ണു പറയട്ടെ ഞാൻ പോയിക്കോട്ടെ. അതെന്താ പടിപടിയായിട്ട് വന്നതല്ലേ? അപ്പൊ ഞങ്ങളാ ഞാൻ മര്യാ നല്ല കാര്യം പറഞ്ഞാ ഒരു കുഴപ്പം എനിക്കിവിടെ വേദന എടുക്കുന്നത് സീരിയസ് ആയിട്ട് അല്ല. എന്താറിയാമോ, നമ്മള് ഒരു ടോക്ക് ഷോയിൽ നിൽക്കുമ്പോ നല്ല രസമായിട്ട് വന്നല്ലോ. അപ്പൊ അതിന് നിങ്ങൾ മാത്രം അല്ല, ഞാൻ പറയണത് ദൈവന്മാര് രക്ഷപ്പെടാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം ഈ വലിയ ആൾക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നതില്ലേ. ഇനി ചോദിച്ചോ, എന്നോട് ചോദിച്ചോ, മറുപടി അവിടെ പറഞ്ഞോളൂ. ചോദിച്ചോ, ഇവിടെ ചോദിക്കട്ടെ. അപ്പൊ മറുപടി അത് ധർമ്മേട്ടനോട് ചോദിച്ചോ. ഞാൻ പറയാ ഞാൻ ചോദിക്കട്ടെ, ഈ ബിബിൻ ചേട്ടൻ ബഡാ ബംഗ്ലാവിൽ ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ട്. ആ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്, സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നത്. സിനിമ ഇപ്പൊ സിമ്പിൾ അല്ല, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ആ പീക്ക് ലെവലിൽ നിന്ന് സിനിമയിലേക്ക് വരാം എന്നുള്ളൊരു തീരുമാനം എപ്പോഴാണ്? അമർ അക്ബർ അന്തോണിയുടെ എഴുത്ത് നടക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഇത് ഒരു പരിപാടിയിൽ എൻ്റെ ഒരു കുഞ്ഞുനാൾ പോലുള്ളൊരു എന്ന് വെച്ചാൽ ഒരു സംഭവത്തിൽ ഞാൻ ഏറ്റവും അതിന് 100% ഞാൻ എൻ്റെ ആത്മാർത്ഥത്തോടെ നിൽക്കലുള്ള ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ബഡാ ബംഗ്ലാവിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എപ്പോഴും ഉണ്ടാവും. മുകേഷ് ചേട്ടൻ്റെ കാലിലെ ആ ചോട്ടിലാണ് അവിടെ ഇരിക്കുക. അവിടെ നിന്നിട്ടാണ് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുക. ഓഡിയൻസിന് കൈയടിപ്പിക്കുന്നത് ഞാനാണ്. ഇത് പറഞ്ഞിട്ട് നമ്മളെ കൈയടിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ ക്ലാപ്പ് വീഴും. അപ്പൊ എല്ലാം അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പൊ കുറച്ച് നാളുകളായിട്ട് എനിക്ക് അമർ അക്ബർ അന്തോണി എഴുതാണ്ട് ഞാൻ ഇവനും കൂടി പോയിട്ട് മറൈൻ ഡ്രൈവിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് എഴുതുന്ന സമയമായപ്പോ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. ഞാൻ അവിടെ വിടുമ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് 1 രൂപയുടെ വരുമാനം വേറെ ഉണ്ടായില്ല. എനിക്ക് ബഡാ ബംഗ്ലാവ് മാത്രമായിരുന്നു അന്നത്തെ വരുമാനം. അതൊരു വലിയ റിസ്ക് ആണ്. നാളെ അമർ അക്ബർ അന്തോണി വിജയിക്കുമെന്നോ ഹിറ്റാവുമെന്നോ ഒന്നും അറിയാൻ പാടില്ല. നടന്മാരെ പോലും ഫിക്സ് ചെയ്തിട്ടില്ല. എഴുത്ത് നടക്കണേ ഉള്ളൂ ആ സമയത്ത്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ പോരാണ്ടി വന്നു. വളരെ സങ്കടത്തോടെ വിഷമത്തോടെയാണ് ഞാൻ പോകുന്നത്. എപ്പോഴും നന്ദിയോടെയാണ് ഞാൻ ബഡാ ബംഗ്ലാവിനെ ഓർക്കുന്നത്. ഞാൻ ഡയാൻ ചേച്ചിയുടെ കാര്യം എപ്പോഴും പറയാം. ചേച്ചി ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിരുന്നു. മനസ്സിലായില്ലേ? അതായത് ഈ ബഡാ ബംഗ്ലാവിൽ വെച്ചിട്ടാണ് ഈ കഥ കേൾക്കാൻ മുകേഷേട്ടനെ കാണാൻ വരുന്നതാണ് നാദൃഷിക. മുകേഷേട്ടനെ കാണാൻ വരുന്നതാണ് നാദൃഷിക അമേരിക്കൻ ഷോയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ വെച്ചിട്ട് ആണ് എന്നോട് ഈ ചോദിച്ചത്, എടാ നീ വിഷ്ണു കൂടി എന്തോ ഒരു പരിപാടി എഴുതിയിട്ടുണ്ടല്ലോ, എന്നെ കേൾപ്പിക്കാവോ എന്ന് അവിടെ വെച്ചിട്ടാണ് ആ ഫ്ലോറിൽ വെച്ചാ സംഭവിക്കുന്നത്. അമർ അന്തോണി കലാഭവനും കൂടി അതുണ്ട്. ഇതിനകത്ത് ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നിങ്ങളെല്ലാം പോസ്റ്റ്ലി അറിയാവുന്ന ചേട്ടനൊരു ബാക്കി ഇവരെയൊക്കെ ഭയങ്കര ഇതാണ്. ഞാൻ വിചാരിച്ചു വന്ന് തമാശ അലമ്പി പോകുന്നു. സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആരാന്ന് മനസ്സിലായോ? അല്ല, വിഷ്ണു ചേട്ടൻ. അതന്നെ, ഒരിക്കലും ഇല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ്. എന്താ ചേട്ടാ ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിട്ടിരിക്കുന്നു? അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എങ്ങനെ ക്യാരക്ടർ പിടിച്ചെങ്ങനെ ഇപ്പൊ തീരുമാനിച്ചാന്ന് ഞാൻ ചോദിച്ചോണ്ട്. അവനിപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് തിരിച്ചറിവുകളിലൂടെ പോകണേന്ന് തോന്നുന്നു. വെറുതെ ലൂസ് പോലെ പറഞ്ഞ് ഞങ്ങളെ പോലെ കയറി മിണ്ടില്ല അല്ലേ? ഇവരുടെ മിണ്ടാതിരിക്കുന്നില്ലേ, ഞങ്ങള് മിണ്ടുന്നുണ്ടല്ലോ അത്യാവശ്യം. എന്നാലും ഞാൻ ഇവരുടെ ഒരു വൈബ് വേറെ രീതിയിലാണ് പ്രതീക്ഷിച്ചത്. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മള് സിനിമ കാണുമ്പോഴത്തേക്കും ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അത് ഞാൻ ഇവിടെയും പ്രതീക്ഷിച്ചു. ഞാൻ നോക്കുമ്പോ ഭയങ്കര, ഞാൻ ആദ്യം വന്നിട്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. സിനിമ വിജയിക്കട്ടെ, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. അപൂർവ പുത്രന്മാർ രണ്ട് പുത്രന്മാര്. ഞാൻ ഇവിടെ കുറെ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആങ്കേഴ്സിനോടൊക്കെ പറയാറുണ്ട് പടം കാണണോട്ടോ, കാരണം താൻ കണ്ടു, അതിനാണ് തനിക്ക് അഭിനന്ദനം. എല്ലാ സിനിമയും കാണും ചേട്ടാ. അല്ല, ഇവരും കൂടി ശരിക്കും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ സിനിമയുടെ പാർട്ടാവാണ്. ഇവരും കൂടി അല്ലെ കാണേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ട്.
വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.